നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂപ്രണ്ടും പിആർഒയും ഒക്കെ അഞ്ജനെ നേരിട്ട് വിളിക്കും. എന്തെങ്കിലും പ്രശ്നം തോന്നിയാ അഞ്ജനെ ഉടനെ തിരികെ എത്തിക്കണം. ഡോക്ടർ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ശരി. അതാ വീട്. ഏട്ടാ, ഏട്ടാ. ശരി. ഏട്ടാ, 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 ഏട്ടാ. നോക്ക്, ഞാനൊരു കാര്യം പറയാം. നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് പുതിയ ജീവിതം തരാനോ എനിക്ക് നിന്റെ ഉത്തമ ഭർത്താവാനൊന്നുമല്ല. എനിക്കെന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാ. ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനോ? എന്താഗ്രഹങ്ങളാ നിങ്ങൾക്കിനി സാധിച്ചെടുക്കാനുള്ളത്? അലക്സച്ചയ, ഹേമചന്ദ്രൻ ചേട്ടൻ എവിടെ? അതാദ്യം പറ. നിന്റെ ഒരു ചേട്ടനും വന്നിട്ടില്ലടി. അവനൊട്ട് വരികയില്ല. അലക്സച്ചയ, അച്ഛനെ എന്നെ ചതിക്കുകയായിരുന്നോ? അച്ഛനെ വിശ്വസിച്ച് എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നു അല്ലേ? ഞാനൊന്ന് പറയട്ടെ മോളെ. അലക്സ് ഇവിടെ മൂന്നാം കക്ഷിയാ. നീ എന്നോട് സംസാരിക്ക. ഇതാ എസ്റ്റേറ്റ് എന്റെ പേരിൽ എഴുതരാനുള്ള മുദ്രപത്രമാണ്. എന്റെ പേരിൽ എഴുതരുമ്പോ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നെ കൊണ്ടുള്ള ശല്യവും തീരും. പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. റാണിയെ കണ്ടുപിടിച്ച് ഞാൻ സമ്മതിച്ചോളാം. ഇങ്ങോട്ട് കൊണ്ടുവന്നത് അന്ന് നന്ദേട്ടനും അരുണിമയും വന്ന് വിളിച്ചപ്പോ ഞാൻ അവരുടെ കൂടെ പോകാതിരുന്നത് എന്റെ വ്യക്തിത്വം രക്ഷിക്കാൻ വേണ്ടിട്ടാ. അന്ന് അവരോടൊപ്പം പോകണമായിരുന്നു. ഈ കടലാസിൽ ഞാൻ പറയുന്നത് എഴുതി ഒപ്പിട്ട് തന്നാൽ നിനക്ക് ആരോടൊപ്പം എവിടെ വേണമെങ്കിലും പോവാ. പക്ഷേ അതുവരെ നീ ഇവിടം വിട്ട് അനങ്ങില്ല. ഇനി അഥവാ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ നീ പോകുന്നെങ്കിൽ അതെ മേളോട്ടുള്ള പോക്കായിരിക്കും. അധികം ആളാവാൻ നോക്കിയ നിന്നെ ഇപ്പൊ തന്നെ തീർത്തോളി ഞാൻ. വേണ്ട സാറേ. സാറേ, നമ്മൾ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ. വേണ്ട സാറേ. നമ്മൾ അവരുടെ ഇടപാടെല്ലാം കഴിഞ്ഞു. ഇനി സ്ഥലം വിട്. ഇനി കണക്ക് തീർക്കണേ. ഞാൻ ഇവിടെ തമ്മില. സാറേ, എന്നെ കൊണ്ട് അഞ്ജനെ വിളിപ്പിച്ചപ്പോ സാർ ഇത്രയും വളഞ്ഞ വഴി ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് ഈ ലോകത്താർക്കും പിടിയിട്ടില്ലല്ലോ. നീ സ്ഥലം വിട്. സ്ഥലം വിടാനാ? അഞ്ജന മോളെ ആ SP-യുടെ കൈ കിട്ടാതിരിക്കാനാ ഞാൻ സാറിന്റെ കൂടെ നിന്നത്. എന്നിട്ടിപ്പോ അഞ്ജന മോളെ അപായപ്പെടുത്താൻ നോക്കുന്നോ? ചെയ്യരുത്. അയ്യോ, നിനക്ക് മനസ്സിലായല്ലോ.
ഞാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന്. മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്. ഇല്ല, എന്റെ ഏട്ടനോട് ചോദിക്കാതെ ഏട്ടന്റെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതിൽ ഒപ്പിടില്ല. ഞാനൊന്നും ചെയ്യില്ല. വിടില്ലല്ലേ? നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ വെട്ടി കുഴിച്ചു കൊടുക്കും. എന്റെ ഏട്ടനോട് ചോദിക്കാതെ ഞാൻ നിങ്ങൾക്കൊന്നും ഒപ്പിട്ട് തരില്ല. ഞാൻ നിങ്ങൾക്കൊന്നും ഒപ്പിട്ട് തരില്ല. നീ കേട്ടോ, നിന്റെ ചേട്ടനെ ഇനി നിനക്ക് കാണാൻ പറ്റില്ല. കമ്മീഷണർ ഹേമേന്ദ്രൻ ഈ ഭൂമിയിലില്ല. ഇല്ല, പച്ചക്കള്ളം നിങ്ങൾ പറയുന്ന എന്നെ കൊണ്ട് രേഖകളിൽ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറയാ. കെട്ടിച്ചമച്ച് പറയുന്നോ? എന്റെ അളിയൻ ചത്തുപോയെന്ന് ഞാൻ എന്തിന് കെട്ടിച്ചമച്ച് പറയണം? അല്ല, അതിരിക്കട്ടെ, ആരാ നിന്റെ ആങ്ങളെ കൊന്നറിയാം? നമ്മുടെ മോൻ. അയ്യോ, അല്ലല്ല, നിന്റെ മോൻ അഭിജിത്ത് ഹേമചന്ദ്രന്റെ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്ത് വെച്ചു. നിയന്ത്രണം വിട്ട് വണ്ടി ചെന്നിടിച്ച് നിന്റെ സഹോദരന്റെ കച്ചവടവും പോയി. മഹാഭാവി, സ്വന്തം മോനെയും കൂടി ഒരു ദുഷ്ടനാക്കി അല്ലേടോ എന്റെ ഏട്ടനെ നീ. നിന്റെ മോന് ദുഷ്ടത വന്നെങ്കിൽ അത് നിന്റെ കുഴപ്പം കൊണ്ടാ. നിന്റെ വയറ്റിലെ 10 മാസം കിടന്നത്. അവന്റെ ചരിത്രം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിടുക, എന്നിട്ട് എവിടെയാച്ചാ പോയി തൊലയ. ഇല്ല, ഞാനത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എന്ത് വന്നാലും ശരി, ഞാൻ ഇതിൽ ഒപ്പിടില്ല. എന്റെ ഏട്ടനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതിലും എനിക്ക് സംശയമുണ്ട്. എന്റെ ഏട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. നീ കൂടുതൽ ഒന്നും പറയണ്ട. ഒപ്പിടേ. ഇല്ല, ഞാൻ ഒപ്പിടില്ല. ഒപ്പിടാൻ. ഇല്ല ഇല്ല ഇല്ല. ഒപ്പിടേ. ഇല്ല എന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് ഒപ്പിടാൻ. ഇല്ല. ഒപ്പിടാൻ പറയും. നീ ഒപ്പിടില്ലല്ലേ? എടി ഒപ്പിടാൻ. എടി ഒപ്പിടാൻ. എടി മര്യാദയ്ക്ക് ഒപ്പിടാൻ. എന്തിനും പറ്റിയോ? വിടാൻ.